വിദ്വേഷ പ്രസംഗത്തിനും പ്രചാരണത്തിനുമെതിരെ കടുത്ത നടപടിയുമായി ഓസ്ട്രേലിയ. ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്ന അധ്യാപകർക്കും സ്കൂൾ അധികാരികൾക്കുമെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെന്റ് നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തി. ക്രിസ്റ്റീന ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിദ്യാലയങ്ങളിൽ വിദ്വേഷത്തിന് സ്ഥാനമില്ല എന്ന പ്രഖ്യാപനവുമായാണ് ന്യൂ സൗത്ത് വെയിൽസ് ഗവൺമെന്റ് പുതിയ അധ്യയന വർഷത്തേക്ക് കടക്കുന്നത്. സ്കൂൾ അധികാരികൾക്കും അധ്യാപകർക്കും കുട്ടികളിൽ വലിയ സ്വാധീനമുള്ളതുകൊണ്ട് കുട്ടികളുടെ മനസ്സിനെ മലിനമാക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ സ്കൂളിലോ സ്കൂളിന് പുറത്തോ ഉണ്ടായാൽ അവർക്കെതിരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ സ്കൂൾ റെഗുലേറ്ററി ബോഡിക്ക് അധികാരം നൽകുന്നതാണ് പുതിയ നിയമ ഭേദഗതി. രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇത്തരം പ്രചാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് പരാതി നൽകാം. പോലീസ് കേസോ കോടതി വിധിയോ വരുന്നതുവരെ കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ പുതിയ നിയമ ഭേദഗതി പ്രാബല്യത്തിലായാൽ സ്കൂൾ റെഗുലേറ്ററി ബോഡിക്ക് സാധിക്കും. കുറ്റം തെളിഞ്ഞാൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുക, തടവ് ശിക്ഷ ലഭിക്കുക, വലിയ പിഴ നൽകുക തുടങ്ങിയ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. ന്യൂ സൗത്ത് വെയിൽസ് പ്രീമിയർ ക്രിസ് മിൻസ് ആണ് വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ കർശന നടപടികൾ പ്രഖ്യാപിച്ചത്. സമീപകാലത്ത് വർദ്ധിച്ചു വരുന്ന ജൂതവിരുദ്ധതയും ഇസ്ലാമോഫോബിക് വിദ്വേഷ പ്രവർത്തനങ്ങളും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. പൊതുവിദ്യാലയങ്ങളിൽ സുരക്ഷിതവും എല്ലാവരും ഉൾക്കൊള്ളുന്നതുമായ പഠനാന്തരീക്ഷം ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. വിദ്വേഷത്തിൽ നിന്നും വിവേചനത്തിൽ നിന്നും മുക്തമായ ഇടങ്ങളായി സ്കൂളുകൾ നിലനിൽക്കേണ്ടതിന്റെ പ്രാധാന്യം പ്രീമിയർ ക്രിസ് മിൻസ് ഊന്നി പറഞ്ഞു. സമൂഹത്തിൽ ഐക്യം നിലനിർത്തുന്നതിനും ദുർബല വിഭാഗങ്ങളെ പക്ഷപാതത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ സ്കൂൾ തലത്തിൽ തന്നെ കർശനമായ ഇടപെടലുകൾ നടത്തുന്നത് ഭാവി തലമുറയെ നല്ല പൗരന്മാരാക്കാൻ സഹായിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി ക്രിസ്റ്റീന ബെന്നി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.